ചങ്ങന്മാരെ, ഇന്ന് നമുക്കൊരു അടിപൊളി സോയാബീൻസ് കറി ഉണ്ടാക്കിയാലോ. ഒരു വെറൈറ്റി സോയാബീൻസ് കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിന് വേണ്ടി ഈ വീഡിയോ ഫുള്ളൊന്ന് കാണണം. എങ്ങനെയാണെന്നറിയണ്ടേ? അതിനായിട്ട് ഞാനിവിടെ ഓൾറെഡി കുറച്ച് സോയാബീൻസ് എടുത്ത് വേവിച്ച് കട്ട് ചെയ്ത് ഞാനിവിടെ വെക്കുന്നുണ്ട്. അതിന് ഞാൻ കട്ട് ചെയ്ത് പ്രത്യേക ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ശേഷം ഞാനിവിടെ ഒരു 1.5 സവാള എടുത്തിട്ടുണ്ട്. 2 സവാള എടുത്തിട്ടുണ്ട്. 2 സവാള ഞാനിവിടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ശേഷം ആവശ്യത്തിന് മല്ലിയില എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ശേഷം ഞാൻ കുറച്ച് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ കട്ട് ചെയ്ത് വെച്ചത്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, ഇത് ഇത്രയാണ് ഇവിടെ ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ശേഷം പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിൽ കട്ട് ചെയ്ത് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് അതിലേക്ക് അടുത്ത് നമുക്ക് ഓൾറെഡി അരിഞ്ഞു വെച്ചിരുന്ന സവാള എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ക്യാപ്സിക്കം, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും തക്കാളിയും കൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിലാവുന്ന മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി വരണം. അതിൻ്റെ പച്ചമണം മാറി നല്ലതുപോലെ ഒന്ന് കണ്ടോ, ഈ ഒരു പരുവായി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത് അതിലേക്ക് ഓൾറെഡി വേവിച്ച് വെച്ചിരുന്ന സോയാബീൻസ് എല്ലാം കൂടെ തട്ടി എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. ഇതൊന്ന് ചെയ്ത് നമ്മൾ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് അടുത്ത മസാല ചേർക്കാം. അതിനായിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൊടി, പിന്നെ നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്, കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ആ മസാല എല്ലാം മിക്സായി വരണം. അതിനു വേണ്ടി നല്ല രീതിയിൽ അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ സോയാബീൻസിലേക്ക് നല്ല രീതിയിൽ ആ മസാലയെല്ലാം ഒന്ന് പിടിച്ച് വരണം. ശേഷം നമുക്കതിൽ കുറച്ച്, ഞാൻ ഇച്ചിരി വെള്ളം മാത്രമേ ഇതിന് ഒഴിക്കുന്നുള്ളൂ, ഗ്രേവിക്ക് വേണ്ടി അല്പം ഗ്രേവി വേണ്ടേ. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ശേഷം ഞാനിവിടെ കുറച്ച് ചില്ലി സോസ്, പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ, സോയാ സോസ് ഞാൻ ഇച്ചിരി, ഒരു സ്പൂണല്ല 1.5 സ്പൂൺ ഒഴിക്കുന്നുണ്ട്. നല്ല രീതിയിൽ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സോയാ സോസ് ഒഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോകുന്നുണ്ട് ശരിക്കും. അപ്പോൾ എന്നിട്ട് അതിന് നമുക്ക് ഡെക്കറേഷൻ പരിപാടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ മല്ലിയില ഇതിലേക്ക് ഇട്ടു. അപ്പോഴത്തേക്കും കറണ്ട് പോയി. പിന്നെ ഇതിനെ പുറത്തെടുത്ത് വെച്ചാണ് വീഡിയോ ചെയ്തത്. എന്നിട്ട് നമുക്ക് അടുത്ത് ഇത് മാത്രം പോലുള്ളൂ, ദോശയും കൂടി ചൂടാന്ന് കരുതി ദോശയ്ക്കുള്ള പാനൊക്കെ എടുത്ത് ചൂടാക്കാൻ വെച്ച് ശേഷം അതിലേക്ക് നമ്മുടെ ദോശയുടെ മാവൊക്കെ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഈ അരപ്പുണ്ടല്ലോ, നമ്മൾ സോയാബീൻസ് ഗ്രേവി ഉണ്ട്, അതിന് നമ്മൾ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പുറത്തോട്ട് കുറച്ച് ഡെക്കറേഷനായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പുറത്ത് നെയ്യൊക്കെ ഒഴിച്ച് നമുക്ക് മൂടി വെച്ച് വേണമെങ്കിൽ വേവിച്ച് കഴിക്കാം. അല്ലാതെ നമുക്ക് മറിച്ചിട്ട് വേണമെങ്കിൽ വേവിച്ച് കഴിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിവിടെ മറിച്ചിട്ട് വേവിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്